ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭയെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. സെവൻത് ഡേ അഡ്വൻറ്റിസ്റ്റ് സഭ 7-ാം ദിനമായ ശനിയാഴ്ച ആരാധിക്കുകയും ക്രിസ്തുവിൻ്റെ 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സഭയാണ്. ഞങ്ങളെയും ഈ കേരള ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പ് മനുഷ്യ സ്നേഹത്തെക്കുറിച്ച് പറയുന്ന ഇടത്ത് ചേർത്ത് വയ്ക്കുന്നതിൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. ഗവൺമെൻറ്റിൻ്റെ ഈ ഒരു പ്രയത്നത്തിൽ ഒപ്പമുണ്ട് എന്ന് പറയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഇവിടെ നടന്ന ഈ സന്ദേശത്തിൽ എനിക്ക് നൽകിയ വിഷയം എങ്ങനെയാണ് നമ്മുടെ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും യുക്തിപരമായി നമ്മൾ മനസ്സിലാക്കുകയും ആചരിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ വിശ്വാസത്തെയും മതത്തിൻ്റെ ഏറ്റവും കേന്ദ്രമായ ദൈവത്തെയും നമ്മൾ എങ്ങനെ വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. എല്ലാ മതത്തിലും ദൈവമാണ് സൃഷ്ടി നടത്തിയിരിക്കുന്നത്, പരിപാലിക്കുന്നതും ദൈവമാണ്. അപ്പോൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എല്ലാത്തിൻ്റെയും കോംപ്ലക്സിറ്റി, അതിൻ്റെ സങ്കീർണത ഭയങ്കരമായും അതിശയകരമായും ദൈവം നമ്മളെ സൃഷ്ടിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ദൈവം ഒരിക്കലും കാര്യകാരണമില്ലാത്ത ഒന്നിനെ ആരാധിക്കാൻ, വിശ്വസിക്കാൻ നമ്മളെ നിർബന്ധിക്കില്ല എന്നുള്ളതാണ്. എന്നുവെച്ചാൽ മനുഷ്യന് സഹിക്കാൻ കഴിയാത്തത്, മനുഷ്യന് അംഗീകരിക്കാനാവാത്തത്, മറ്റു മനുഷ്യരെ ചേർത്ത് പിടിക്കാനാവാത്തതൊന്നും ദൈവം നമ്മളോട് നിർബന്ധിച്ച് അനുസരിക്കാനോ പിന്തുടരാനോ പറയില്ല. അതുകൊണ്ട് ദൈവം എന്നത് തന്നെ യഥാർത്ഥമായ കാര്യകാരണത്തിൻ്റെ ഉറവിടമാണ്. രണ്ടാമത്തെ പ്രശ്നം നമ്മുടെ സംസ്കാരവും പൈതൃകവും ആചാര അനുഷ്ഠാനങ്ങളുമാണ്. അവിടെയാണ് നമ്മൾക്ക് സ്വല്പം വ്യത്യാസം ഇന്ന് നമ്മൾ കാണുന്നത്. പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മത്സരം, വെറുപ്പിൻ്റെ കാരണം, വിദ്വേഷത്തിൻ്റെ കാരണം ആചാരാനുഷ്ഠാനങ്ങൾ എത്ര നിർബന്ധപൂർവം നമ്മൾ പിന്തുടരുന്നു എന്നുള്ള വാശിയും വൈരാഗ്യമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവം മനുഷ്യന് അംഗീകരിക്കാൻ പറ്റാത്തതൊന്നും പറയില്ല. രണ്ടാമതായി, ഈ ആചാരാനുഷ്ഠാനങ്ങളും സംസ്കാരങ്ങളും ഉണ്ടായതിൻ്റെ സാങ്കേതിക വശങ്ങൾ, കാര്യകാരണങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ചിലപ്പോഴൊക്കെ ഈ ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായി വന്നത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അതിർത്തി കാക്കാനും സ്വത്ത് കാക്കാനും വേണ്ടിയിട്ടാണ്. മറുവശത്ത് ബന്ധങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാനാണ്. അതിൽ സ്വാർത്ഥത എപ്പോഴും ഉൾപ്പെട്ടിട്ടുണ്ട്. ചിലയിടത്ത് മനുഷ്യരെ വ്യത്യസ്തമായി കാണുമ്പോൾ അതിനെ, ആ ആശയത്തെ പിന്താങ്ങുന്ന തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തിയെടുക്കുകയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാട്, വേൾഡ് വ്യൂ എന്ന് പറയും. അതായത് ഓരോ മനുഷ്യനും ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, എ മെൻ്റൽ മോഡൽ, എങ്ങനെ ജീവിക്കണമെന്നുള്ള ഒരു മെൻ്റൽ മോഡലാണ് വേൾഡ് വ്യൂ. ഇങ്ങനെയുള്ള വേൾഡ് വ്യൂവിനെ ആശ്രയിച്ചാണ് പലപ്പോഴും ഈ ആചാരാനുഷ്ഠാനങ്ങൾ രൂപം കൊണ്ടിട്ടുള്ളത്. അതിന് ഈശ്വരനുമായോ ദൈവവുമായോ പലപ്പോഴും ബന്ധങ്ങളില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ യുക്തിസഹമായി നമ്മളുടെ ആചാരാനുഷ്ഠാനങ്ങളെ കാണേണ്ടുന്നത്. ഇവിടെ നമ്മൾ നോക്കണം, ഓരോ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ദൈവം പറഞ്ഞിട്ടുള്ളതാണോ, ഈശ്വരനിൽ നിന്നുള്ളതാണോ എന്ന് നമ്മൾ നോക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉദാഹരണം, ദൈവം വിവാഹം എന്ന് പറയുന്നത് ആദ്യം സൃഷ്ടിച്ചപ്പോൾ ഉണ്ടാക്കി. അതിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. അതെന്താണ്?
തലമുറകൾ വളരണം, ബന്ധങ്ങൾ ഉണ്ടാകണം. ആദ്യം ദൈവം ഉണ്ടാക്കുമ്പോൾ പ്ലാന്റ് ബേസ്ഡ് ഫുഡാണ് കൊടുത്തത്. അതിന് ഒരു പർപ്പസും ലോജിക്കും ഉണ്ടായിരുന്നു. എന്നാൽ പലപ്പോഴും അത് മാറി വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ നമ്മളുണ്ടാകുന്നത്. അപ്പോൾ ദൈവം മനുഷ്യസഹമല്ലാത്തതൊന്നും പറയാത്തത് കൊണ്ട് തന്നെ യഥാർത്ഥമായ ദൈവത്തെ പിന്തുടർന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ദൈവം എല്ലാ നന്മകളും തികഞ്ഞ ദാനങ്ങളും ദൈവത്തിൽ നിന്ന് വരുന്നു എന്നാണ് ബൈബിൾ പറയുന്നത്. നോക്കൂ, മറ്റൊരു അർത്ഥത്തിൽ ദൈവം പറയുന്നു കുല ചെയ്യരുത്. അതിനെ ബൈബിൾ നിർവഹിക്കുന്നത് കുറച്ചുകൂടെ, നീ സഹോദരനെ നിസ്സാര എന്ന് വിളിക്കുമ്പോൾ കുലപാതകം ചെയ്യുന്നു എന്നാണ്. വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നു. സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കിയാൽ, അവരെ ആ അർത്ഥത്തിൽ നോക്കിയാൽ നീ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് യേശു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊരു മതമായാലും ഏതൊരു വിശ്വാസമായാലും ദൈവം നൽകിയിട്ടുള്ളതിനെ പിന്തുടർന്നാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഞാൻ സ്നേഹമാകുന്നു. ഗോഡ് ഈസ് ലവ്, 1 John 4:8. അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ശത്രുവിനെയും സ്നേഹിക്കണം, ഞാൻ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം, ഞാൻ ജീവിച്ചതുപോലെ ജീവിക്കണം. എല്ലാ മതങ്ങളും സ്നേഹത്തിൻ്റെ ഈ അന്തസ്സത്തയെ പിന്തുടരുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മനുഷ്യ സ്നേഹം എന്നും എവിടെയും ഉണ്ടാകും. പ്യുവറായിട്ടുള്ള, സത്യസന്ധമായിട്ടുള്ള ധർമ്മമുണ്ടാകും, നീതി ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു സമൂഹത്തിൻ്റെ ഭാഗമാണ്, ഭാരതത്തിൻ്റെയും കേരളത്തിൻ്റെയും ഭാഗമാണ് ഞാനെന്നതിൽ അഭിമാനിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ് ഇന്ന് കേരളത്തിന്, അല്ലെങ്കിൽ നമുക്കുള്ളത്, ഭരണഘടനയുള്ളതിനെ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നു. കാരണം ഇത് ദൈവികമായി ഉണ്ടായതാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പിനും ഗവൺമെൻറ്റിനും, പ്രത്യേകിച്ച് ദിവ്യ IAS മാഡത്തിൻ്റെയും ഒക്കെ ഉത്തമമായ പരിശ്രമത്തിന് എല്ലാ ഭാവുകങ്ങളും നന്മയും ഉണ്ടാകട്ടെ. ഇത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും വിദ്യാലയങ്ങളിലും പോകണം. പണ്ട് 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ കൊണ്ട് വിളിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല മുസ്ലിം രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം എന്നാണ്. അന്നത് പഠിച്ചത് കൊണ്ടാണ് നമുക്കിങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നത്. കുഞ്ഞുങ്ങളിലേക്കും യുവാക്കളിലേക്കും വിദ്യാലയങ്ങളിലേക്കുമൊക്കെ ഈ നന്മ ചെന്നെത്തട്ടെ എന്ന് ആശംസിക്കുക ചെയ്യുന്നു. ദൈവം നമ്മുടെ എല്ലാവരുടെയും പ്രയത്നത്തെ അനുഗ്രഹിക്കട്ടെ. നന്മയുള്ള സമൂഹം എന്നും ഉണ്ടാകട്ടെ. ആമേൻ.